ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ആരുമില്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ജീവിതം ആസ്വദിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പണിയൊക്കെ കഴിഞ്ഞ് ആകെ മടുത്തിരുന്നപ്പോഴാണ് മഴ പെയ്തത്. മഴയിൽ അങ്ങനെ ലയിച്ചിരുന്നപ്പോൾ എന്നാൽ ഈ മഴ നനഞ്ഞങ്ങ് സിനിമയ്ക്ക് പോയാലൊന്ന് ആലോചന വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങ് സെറ്റായി. ഉച്ച മുതൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. പപ്പടം, പുളിശ്ശേരി, മീൻപീര, കടല, മാങ്ങാച്ചാറ് കൂട്ടി ഒരു കൊച്ചു സദ്യയുണ്ട്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. മഴ നനയുന്ന ഇഷ്ടമാണെങ്കിലും റെയിൻകോട്ട് ഇട്ടു. തിയേറ്ററിൽ കയറ്റണ്ടേ. വണ്ടി സ്റ്റാർട്ടാക്കി നേരെ തിയേറ്ററിലോട്ട് വിട്ടു. 9:45 ഷോ. 7 കിലോമീറ്റർ ഉള്ളു വീട്ടിൽ നിന്ന്. എനിക്ക് 15 മിനിറ്റ് കൊണ്ട് എത്താൻ സാധിച്ചു. നിങ്ങൾ ഈ കാണുന്ന ഏറ്റുമാനൂരിലെ യൂജിയം തിയേറ്ററാണ്. ദേ ഇതും കണ്ടതാണ്, ദോ അതും കണ്ടതാണ്. ഇനി കാണാനുള്ളത് ദേ ഇതാണ്. നമ്മുടെ സ്വന്തം ഷറഫുക്കാടെ ഒരു കൊച്ചു പടം, പെറ്റ് ഡിറ്റക്റ്റീവ്. പടം ഭയങ്കര ഫണ്ണി ആയിരുന്നു ഗൈസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. കുറച്ചു നേരത്തെ തപ്പലിന് ശേഷം ഒരു സ്പോട്ട് കണ്ടെത്തി. സമയം 1 മണി ആയതുകൊണ്ട് അവർ അടയ്ക്കാൻ തുടങ്ങുമായിരുന്നു ഷോപ്പ്. പിന്നെ എന്നെ കണ്ടോണ്ടിരിക്കാൻ പറഞ്ഞു. നൈറ്റ് ഷോ കഴിഞ്ഞാൽ തട്ടുകടയിലെ ഫുഡ് അത് മസ്റ്റ്. ഞാൻ ഓർഡർ ചെയ്തത് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ആണ്. പക്ഷിപ്പനിയാ കുറേശ്ശെ വലിച്ചു കയറ്റി. അതേന്ന് എന്തോ ഒരു കുറവുണ്ടെന്ന് ആലോചിച്ചപ്പോഴകത്തിയത്. പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല, അങ്ങോട്ട് വെച്ചു പിടിച്ചു. പക്ഷെ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ലായിരുന്നു. കടകളൊന്നും ഓപ്പൺ അല്ലായിരുന്നു. ഫൈനലി ഒരു കട കിട്ടി. ചേട്ടൻ കട അടയ്ക്കാനായി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഷോപ്പ്. ആവശ്യം പറഞ്ഞപ്പോൾ മടി കൂടാതെ ഉണ്ടാക്കി തന്നു. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സമയം 1:35. നമ്മൾ കടയിൽ നിന്ന് ഒരു റോസ്റ്റഡ് കേക്കും കൂടെ എടുത്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക്, അതുകൊണ്ടാണ് ഒന്ന് വാങ്ങാന്ന് വെച്ചത്. ഈ കേക്ക് കൂടി കഴിച്ച് ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതി ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഗുഡ് നൈറ്റ് സുഹൃത്തുക്കളെ.